വഴുതനങ്ങ റോസ്റ്റാണ് ഇന്നത്തെ വീഡിയോ. വഴുതനങ്ങയ്ക്ക് വളരെ നല്ല ഒരു രുചിയാണ് ഈ രീതിയിൽ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ചോറ്, ചപ്പാത്തി, പൊറോട്ട ഇവയുടെയൊക്കെ കൂടെ കൂട്ടുവാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ഈ വഴുതനങ്ങ റോസ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പച്ച കളറിലുള്ള വലിയ ഒരു വഴുതനങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇപ്പോൾ ഈ വഴുതനങ്ങ മുഴുവനും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഒരു 5 മിനിറ്റോളം സമയം വെള്ളത്തിൽ മുക്കിയിടാം. ഈ വഴുതനങ്ങയിലുള്ള കറയൊക്കെ മാറുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന വഴുതനങ്ങ വാഷ് ചെയ്ത് വെള്ളമെല്ലാം മാറ്റി എടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാണ്. ഈ ചേർത്ത പൊടികൾ ഈ വഴുതനങ്ങയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തുന്ന വിധത്തിൽ നമുക്കിത് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ മസാല ഇട്ട് വെച്ചിരിക്കുന്ന വഴുതനങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു ഫ്രൈങ് പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓയിൽ ചെറുതായി ചൂടായി വരുമ്പോൾ ഈ വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഫ്രൈങ് പാനിൽ കൊള്ളാവുന്നതുപോലെ വഴുതനങ്ങ എല്ലാം ഇതുപോലെ നിരത്തിയിട്ട് കൊടുക്കാം. മാക്സിമം വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഒരു സൈഡ് റോസ്റ്റായി കഴിയുമ്പോൾ മറിച്ചിട്ട് മറു സൈഡും കൂടി റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഈ വഴുതനങ്ങ എല്ലാം നന്നായി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഒരു അരിപ്പയിലേക്കാണ് ഇത് എടുക്കുന്നത്. ഇതിന് ശേഷം ബാക്കിയുള്ള വഴുതനങ്ങ കൂടി വറുത്തെടുത്തു. ഇനി ഈ വഴുതനങ്ങ മാറ്റിവെക്കാം. ഇനി വഴുതനങ്ങ റോസ്റ്റിന് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം. 2 ചെറിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ചെറിയ തക്കാളിയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി ഓരോ ടീസ്പൂൺ വീതം എടുത്തിരിക്കുന്നു. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കറിവേപ്പില 3 തണ്ടും എടുത്തിട്ടുണ്ട്. ഇനി വഴുതനങ്ങ റോസ്റ്റ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത ആ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കണക്കിന് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുകയാണ്, അതായത് വലിയ ജീരകം. ഇനി ഇതിലേക്ക് കറിവേപ്പില, ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചെറുതായി അരിഞ്ഞ പച്ചമുളക് ഇത്രയും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മീഡിയം ലെവലിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. വഴുതനങ്ങ റോസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം വഴുതനങ്ങ ഫ്രൈ ചെയ്യുമ്പോൾ അതിലും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് അത് യോജിപ്പിക്കാം. സവാള നന്നായി വാടിക്കിട്ടിട്ടുണ്ട്. ഈ സമയം തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ സവാളയും തക്കാളിയും നന്നായി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ ആ ഒരു കുത്തൽ മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് സ്ലോ ഫ്ലെയിമിൽ അത് നന്നായി റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ചോറ്, പൊറോട്ട, ചപ്പാത്തി ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി, അതായത് വഴുതനങ്ങ റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ഈസിയായി തന്നെ നമുക്കെല്ലാവർക്കും വീടുകളിൽ ചെയ്യാവുന്ന നല്ല രുചിയുള്ള ഒരു ഐറ്റമാണ് ഈ വഴുതനങ്ങ റോസ്റ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർപ്പിക്കുകയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഷെഫ് ജോജി യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും പഴയ ഒരുപാട് വീഡിയോകളുണ്ട്. അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.